ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഉത്സവഛായയ്ക്ക് അല്പം മങ്ങലേൽപ്പിച്ചൊരു സംഭവമായിരുന്നു മൈനാഗപ്പള്ളിയിലെ ആനൂർക്കാവിൽ നടന്ന ഒരു അപകടം. അപകടമെന്ന് വാസ്തവത്തിൽ പറയാൻ പറ്റത്തില്ല, ഒരു കൊലപാതകം. ഈ ഓണത്തിന് കുറേ അപകടങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, ഏതാണ്ട് തിരുവനന്തപുരത്തിന് ചുറ്റുവട്ടത്ത് തന്നെ തിരുവോണ ദിവസവും പിറ്റേന്ന് പുലർച്ചെയുമായിട്ടൊരു 6 അപകടങ്ങളുണ്ടായി, 8 പേര് മരിച്ചു. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഈ മൈനാഗപ്പള്ളിയിലെ സംഭവം മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിരുന്നു. നമ്മളീ പറഞ്ഞ പോലെ അതിനെ ഒരു അപകടമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ അപകടത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു തരത്തിൽ കൊലപാതകമായിരുന്നു. തിരുവോണ ദിവസം മദ്യപിച്ചൊരു അന്യ സ്ത്രീയുമായിട്ട് ഒരാൾ വണ്ടി ഓടിച്ചു വരുന്നു. സാധാരണ വേഗതയിലൊന്നുമല്ല, അതിവേഗതയില്ല, മരണപ്പാച്ചിലാണ്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന 2 സ്ത്രീകളെ തട്ടിയിടുന്നു. അതിനുശേഷം വണ്ടി തൽക്കാലത്തേക്ക് നിർത്തുന്നു. അപ്പോൾ എന്നിട്ട് ആ വണ്ടി പുറകോട്ടെടുത്തിട്ട് വീണ്ടും മുന്നോട്ട് ഓടുകയാണ്, അല്ലെ ഓടിക്കുകയാണ്. വീണ് കിടക്കുന്ന സ്ത്രീയുടെ 50-58 വയസ്സുള്ള കുഞ്ഞുമാണെന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ ശരീരത്തിലൂടെ ധാരാളം ആളുകൾ കണ്ടു നിൽക്കുന്നുണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. അവരൊക്കെ പറയുന്നുണ്ട് വണ്ടി എടുക്കരുത്, മുന്നോട്ട് വിടരുത്. ചിലർ ആ വണ്ടിയിൽ പിടിച്ച് വലിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാ. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ഈ ചെറുപ്പക്കാരൻ വണ്ടി മുന്നോട്ട് പായിച്ചു പോയി വളരെ വേഗതയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അതിനിടയിൽ ആ സ്ത്രീ മരിച്ചുപോയി, അവിടെ വെച്ച് തന്നെ മരിച്ചുപോയി. ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ വളരെ ദാരുണമായ, നമ്മുടെ നെഞ്ചകം നോവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപകട സംഭവമാണ് ഉണ്ടായത്. പക്ഷേ കണ്ടുനിന്ന ആളുകൾ ഇവരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. അവരവരുടേതായ വാഹനങ്ങളിൽ, ബൈക്കിലും മറ്റ് വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് അവരുടെ പിന്നാലെ പോയി. ഈ അപകടം ഉണ്ടാക്കിയവരുടെ പിന്നാലെ പോയി. കൂടുതലും ബൈക്കായിരുന്നു. ആദ്യം പോയ വണ്ടി നമ്മൾ പറഞ്ഞല്ലോ, മരണപ്പാച്ചില, അതിവേഗതയിൽ ഓടുകയാണ്. അതിന് പിന്നാലെ ആ വേഗതയിൽ തന്നെ പോയി. ഒരു 7 കിലോമീറ്റർ കഴിയുന്നതിന് മുമ്പായിട്ട് ഈ പിന്നാലെ പോയവർ അവരെ അവിടെ പിടിച്ചു, അവിടെ തടഞ്ഞു നിർത്തി. ഇവരൊരു വീട്ടിൽ ഓടിക്കറിയെന്ന് പറയുന്നു, പുരുഷൻ മതിലിയാടി ഓടിയെന്ന് പറയുന്നു. എന്നാണെങ്കിൽ ഇരുവരെയും പോലീസ് പിടിച്ചു. പക്ഷേ ഇതിൻ്റെ രസകരമായ സംഭവം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഈ അപകടമുണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പേരിലെടുത്ത കേസെന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അല്ലാതെ കൊലപാതക കേസല്ല. വാസ്തവത്തിലൊരു കൊലയായിരുന്നു. പക്ഷേ എടുത്ത കേസ്, പോലീസിന് അവരുടേതായ രീതികളുണ്ടാവും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പോലീസ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അത് നമ്മൾ സാധാരണ ആളുകൾക്ക് അങ്ങോട്ടൊട്ടും ദഹിക്കുന്നതല്ല. നിയമപരിജ്ഞാനമില്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് അതത്ര മനസ്സിലാവത്തുമില്ല. പോലീസ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ പ്രതികളായ ആളുകളെ, അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച ആളുകളുടെ പേരിലും കേസെടുത്തു. വാസ്തവത്തിൽ നിയമപരമായിട്ട്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിൽ അത് ശരിയാണ്. നിയമം അനുസരിച്ച് ഒരു സാധാരണ പൗരന് ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യാം, തടഞ്ഞു വയ്ക്കാം, പോലീസിനെ ഏൽപ്പിക്കാം. അതിന് അറസ്റ്റും തന്നെ പറയും. അത് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾ ഇവരുടെ ശരീരത്ത് തൊടാൻ പാടില്ല, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല. അത് പാടില്ല. അത് പോലീസാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രതികളെ തല്ലാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ ഒന്നും അവർക്ക് അനുവാദമില്ല. നിയമപരമായിട്ട് അത് അവരുടെ അവകാശമൊന്നുമല്ല. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഓടിച്ചിട്ട് പിടിച്ചവർ ചെറുപ്പക്കാർ പിള്ളേരായിരിക്കുമല്ലോ, അവരുടെ മുമ്പിൽ വെച്ച് നടന്ന ഒരു കുറ്റകൃത്യമാണ്. നമുക്കൊരിക്കലും സമ്മതിച്ചു കൊടുക്കാനാവാത്ത ഒരു കുറ്റമാണ്. ഒരു അപകടമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം, തെറ്റുപറ്റിപ്പോയി, ഒരു അപകടം സംഭവിച്ചു പോയി. അതല്ല, വീണ് കിടന്ന ഒരാളുടെ ശരീരത്തിലൂടെ വണ്ടി ഓടിച്ച് കയറ്റുക. സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാർ 2 പൊട്ടിച്ച് കാണും, പെരുമാറി കാണും, കൈപ്പെരുമാറ്റം നല്ലപോലെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവർ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തത് ആരാണെന്ന് ആലോചിക്കണം. മദ്യപിച്ച് യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണ്, 2 പേരാണ്, അല്ലെങ്കിൽ ഓടിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച്. അവർ കൊടുത്ത പരാതിയാണ്. അവർ ചെയ്ത കൃത്യം എന്താ? ഒരു കൊലപാതകമാണ്. അവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ
പിന്നാലെ ചെന്ന് ഇവരെ തടഞ്ഞു നിർത്തിയ അല്ലെങ്കിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ആളുകൾക്കെതിരെയും കണ്ടാലറിയാവുന്നവരെന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. കള്ളനെ പിടിച്ചവന് അല്ലെങ്കിൽ കൊലക്കേസിൽ പ്രതിയായ ആളിനെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ചു പോലീസിനെ ഏൽപ്പിച്ച ആളിന് അവസാനം കേസ് വന്നിരിക്കുക. നിയമത്തിൻ്റെ കണ്ണിൽ ഇത് ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സിമ്പിൾ ഹർട്ട്, ഒരു ചെറിയ പോറലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പരിക്കൊക്കെ ആണെങ്കിൽ കേസെടുക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ കേസെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതേണ്ടത് എന്താ? വളരെ മാരകമായ രീതിയിൽ ഇവർ ദേഹോപദ്രവം ചെയ്യപ്പെട്ടു എന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയാണ് പോലീസ് അതിനെ കണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇവർക്കെതിരെ കേസുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ പ്രതികൾ അപകടം ഉണ്ടായതിന് ശേഷം വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കിയ മിടുക്കന്മാരാ. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. അവർ ഈ കേസിൽ നിന്ന് നിഷ്പ്രയാസം ഊരിപ്പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ചവർ അവർ കോടതി കയറി ഇറങ്ങി പ്രതി എന്ന നിലയിൽ ഓരോ അവധിക്കും പോയി അവരുടെ കാലിൽ തൊലി തേഞ്ഞു പോകും എന്നത് മാത്രമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ പോലീസിന് ഇവർക്കെതിരെ 1-2 കേസുകൾ എടുക്കാമായിരുന്നു കേട്ടോ. കാരണം അതിവേഗതയിലാണ് ഈ പ്രതികളെ വണ്ടി ഓടിച്ചത്, മരണപ്പാച്ചിലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ അവരും നല്ല വേഗതയിലായിരിക്കണം, സംശയമില്ലല്ലോ. അപ്പം അതിന് വേണമെങ്കിൽ നിയമം അനുശാസിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ വണ്ടി ഓടിച്ചതിന് ഈ ചെറുപ്പക്കാരെ വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു കേസ് എടുക്കാമായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ആളുകൾ ഈ ഫോണിൽ ഇതിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് അതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരെ പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, അല്ലെങ്കിൽ അവരെ ഓടിച്ചിട്ട് അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴേക്കും അവിടെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, മറ്റു വാഹനങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ കാര്യമായ ഒരു ഗതാഗത തടസ്സം അവിടെ സംഭവിക്കുന്നുണ്ട്. റോഡിലേ അത്യാവശ്യം തിരക്കുള്ള ഒരു വഴിയാണ്, റോഡാണ്. അപ്പോൾ വേണമെങ്കിൽ അതിനും ഒരു കേസെടുക്കാമായിരുന്നു ഇവർക്കെതിരെ. നടു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയതിന്. വാസ്തവത്തിൽ നിയമം എന്തുമാവട്ടെ, നിയമപരമായിട്ടത് ശരിയാവട്ടെ, പക്ഷെ സാമൂഹികമായി നോക്കുമ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന നിലയിൽ ഇതിനെ കാണുമ്പോൾ ഇങ്ങനെയാണോ പോലീസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു തോന്നലുണ്ടാവാം. ഒരുപക്ഷെ നമ്മൾ ഈ നിയമജ്ഞാനമില്ലാത്ത ആളുകൾക്കായിരിക്കും അങ്ങനെ ഉണ്ടാവുക. വാസ്തവത്തിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയി ഒരു ചായയും കടിയും കൊടുത്ത് സന്തോഷത്തോടെ അവരെ പറഞ്ഞ് വിടേണ്ടതായിരുന്നു. അവരെന്തുകൊണ്ടാണ് ഈ പ്രതികളുടെ പിന്നാലെ പാഞ്ഞത്? അത് അവരുടെ ഒരു പൗരബോധത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടാവുന്നതാണ്. അതായത് തൊട്ട് മുമ്പിലൊരു കുറ്റകൃത്യം നടക്കുക, അപ്പോൾ അവിടെ അതിന് ഉത്തരവാദികളായവർ രക്ഷപ്പെടാൻ പാടില്ല. അത് അവരുടെ ഒരു നീതിബോധത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ്. ഇവരെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കണം എന്നുള്ളത് സമൂഹത്തോടുള്ളൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവരുടെ വിധി എന്ന് പറയുന്നത് ഇനി കേസിൽ പ്രതിയായിട്ട് കോടതി കയറി ഇറങ്ങാനാണ്. എന്തൊരു ദുര്യോഗമാണ്! നമ്മുടെ നിയമം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതം തോന്നും. വാസ്തവത്തിൽ ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുക? ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നൊന്ന് ആലോചിക്കേണ്ടതല്ലേ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾ, ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾ നടുറോഡിലൊരു കുറ്റകൃത്യം നടന്നാൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തു പോലുമില്ല. വഴിയിലിട്ട് ഒരുത്തൻ മറ്റൊരുത്തനെ തല്ലിക്കൊല്ലുന്നത് കാണുന്നു, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നത് കാണുന്നു, അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കുന്നത് നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നു. നമ്മൾ ആ ബാങ്കിലുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇടപെട്ടാൽ ചിലപ്പോൾ ഒരു അടി കൊടുത്തു പോയാൽ നമ്മൾ പ്രതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ നിയമ നടത്തിപ്പ് അനിവാര്യമായി വരുന്ന സാഹചര്യങ്ങളിൽ സാധാരണ പൗരന്മാരെ നിസ്സംഗരായി മാറിപ്പോയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? നിയമ നടത്തിപ്പിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കുന്നതിലൂടെ കോടതിയിൽ പോകാനും കേസ് നടത്താനുമാണ് വിധി ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദുര്യോഗം ഉണ്ടാകുന്നതെങ്കിൽ എന്തിനതിന് നിന്നു കൊടുക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പണ്ടൊക്കെ വഴിയിൽ ഓരോ അപകടങ്ങൾ ഉണ്ടായാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു.
കാരണം അവിടെ ഒരു വണ്ടി ഇടിച്ച് ഒരു നിസ്സഹായനായ ഒരു മനുഷ്യന് ചോര വാർന്ന് കിടക്കുന്നു എന്ന് വിചാരിക്കുക. ഒറ്റ ഒരാൾ പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കില്ല. കണ്ടില്ല എന്ന ഭാവത്തിൽ നടന്നു പോവുകയോ അല്ലെങ്കിൽ വണ്ടിയിലാണെങ്കിൽ ഓടിച്ചു പോവുകയോ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൽ ഇടപെട്ടവൻ കുടുങ്ങും. അതായിരുന്നു നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. പലപ്പോഴും പോലീസുകാർ എന്താ ചെയ്യുക, നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട ഒരാളെയും കൊണ്ട് ആശുപത്രിയിൽ ചെല്ലുകയാണെങ്കിൽ, അയാൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രതി നമ്മളാവും. അതായത് നമ്മളാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലാവും. ഇനി അതല്ല, പ്രതി നമ്മളല്ല എന്ന് പോലീസിന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സാക്ഷിയാവും. കാരണം ഈ അപകടം നടന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതിനവർക്ക് സാക്ഷികൾ വേണം. അത് പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോവും. നമ്മൾ കോടതിയിൽ സാക്ഷിവേഷം കെട്ടി കയറി ഇറങ്ങി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും. ഇതായിരുന്നു ഒരു പഴയ പതിവ്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായി. അതായത് നമ്മളൊരു ആളെ സഹായിച്ചതുകൊണ്ട്, അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഉത്തരവാദിത്വം ഇല്ല എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ പെരുമാറുന്നത്. അവരത് വ്യക്തമാക്കുന്നുമുണ്ട്. അവർ അതേക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കണം, അത് നിങ്ങൾക്കൊരു ദോഷമാവില്ല എന്ന് പോലീസ് ഇപ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പഴയ അനുഭവമല്ല ഉണ്ടാവുന്നത്. ആളുകളെ ഒരു ജീവൻ രക്ഷിക്കുക എന്ന ചിന്തയോടുകൂടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളിനെ ആശുപത്രിയിൽ എത്തിക്കാറുണ്ട്. പണ്ടൊക്കെ എത്രയോ ആളുകൾ അപകടത്തിൽപ്പെട്ട് രക്തം വാർന്ന് മരിച്ച അനുഭവങ്ങൾ, സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന എത്രയോ ആളുകൾ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിലൊക്കെ സംഭവിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ആളുകളെ അത് നിസ്സംഗരാക്കും. നിയമവാഴ്ചയുടെ നടത്തിപ്പിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് പൊല്ലാപ്പാകുമെന്ന് വന്നാൽ അതിൽ നിന്ന് മാറി നടക്കാൻ ആളുകൾ നിർബന്ധിതരാകും. അല്ലെങ്കിൽ അതായിരിക്കും അവർക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി. പറഞ്ഞല്ലോ, നിയമത്തിൻ്റെ മുന്നിൽ പല കാര്യങ്ങളും ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ആ നിയമത്തെ ഉപയോഗിക്കേണ്ടത് നിയമവാഴ്ചയുടെ നടത്തിപ്പിന് സഹായകരമായി തീരാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം.